ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഗോബ്സ് വ്ളോഗ്സിൻ്റെ അനദർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കുറച്ച് പനിഞ്ഞും കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് തോരനാക്കിയാലോ? അത് തന്നെ കുറച്ച് പനിഞ്ഞും എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ശകലം. ഗ്യാസ് കത്തിച്ച് ചീനച്ചട്ടി വെച്ച് കൊടുക്കും. ചീനച്ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടട്ടെ. എല്ലാം പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന സവോളയും പച്ചമുളകും വെളുത്തുള്ളിയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലേശം തേങ്ങയും കൂടെ നമുക്കിതിലേക്ക് ആവശ്യമുണ്ട്. അതൊന്നും നമുക്ക് ചേരേണ്ടി എടുക്കാം. ഒന്ന് വേകുന്ന സമയത്ത് ഒരു പിടി തേങ്ങയും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തു. 1 കിലോ മത്തിയുടെ പനിഞ്ഞീനുണ്ട്. അതാണ് നമ്മൾ ഒരു പിടി തേങ്ങ ഇട്ട് കൊടുത്തത്. 1/2 കിലോ മത്തിയുടെ പനിഞ്ഞീനുണ്ട്. കുറച്ച് കിട്ടുകയാണെങ്കിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് നന്നായിട്ട് ഇതിലേക്ക് പച്ചമണം വറുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടില്ലായിരുന്നു. അതുകൂടെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. എല്ലാം ഞാൻ കൈയളവാണ് എടുത്തേക്കുന്നത്. എനിക്ക് വേണം സ്പൂണോളൊക്കെ എടുക്കാം. കൈയളവാണ് എനിക്ക് ലക്ഷ്യം. കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ട് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അത് ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിന് വേണ്ടത് കുരുമുളക് പൊടിയാണ്. ഒരു 1/2 ടേബിൾ സ്പൂണും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇറക്കാം. നമുക്ക് ഇത് ഏകദേശം ഒന്ന് തേങ്ങയൊക്കെ ഇങ്ങോട്ട് ഇതായിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഈ ടൈമിൽ വേണം നമ്മുടെ പനിഞ്ഞി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ. ഇത് ഞങ്ങൾ കോട്ടയംകാരുടെ ഒരു കറിയാണ്. പക്ഷെ ഇത് ആലുവക്കാർക്ക് അറിയില്ല. അങ്ങോട്ട് ഇറക്കാം. നമ്മുടെ കോട്ടയംകാർ എപ്പോഴും പനിയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ നോക്കാറുണ്ട്. എൻ്റെ വീട് കോട്ടയമാണ്. എനിക്ക് എത്തിച്ചത് ആലുവയിലായതുകൊണ്ട് ഞാൻ കോട്ടയം സ്റ്റൈൽ ഫുഡുകൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. വെച്ച് വേവിച്ചതിന് ശേഷം കാണാം. കൂടെ ഇടണം ഇച്ചിരി ഗരം മസാല, അതും കൂടെ ഇട്ട് നമുക്ക് അടച്ചു. ഫൈനലി നമ്മുടെ പനിഞ്ഞി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് എനിക്കൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ഫ്രം ഗോപിക.